മകളെ കണ്ട സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഷാനവാസ്. അമ്മയും ആങ്ങളെയും അനീഷിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ടാസ്ക് തുടരുന്നു. ആര്യന് ക്യാപ്റ്റൻസി കട്ടപ്പുകയായി. നമുക്ക് നോക്കാം ഇന്നത്തെ അപ്ഡേറ്റുകൾ. ഇന്നത്തെ ക്യാപ്റ്റൻസിയിൽ വന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ആര്യന് കിട്ടിയൊരു വലിയ പണിയെപ്പോയി. ശക്തി മാത്രം പോരാ, ബുദ്ധിയും കൂടെ വേണം എന്ന് പറയുന്നതാണ്. കാര്യം ആര്യനും ബിന്നിയും പിന്നെ അക്ബറും ആയിരുന്നു. ഇവര് മൂന്ന് പേരും കൂടി ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അതായത് ഗാർഡൻ ഏരിയയിൽ വെച്ചേക്കുന്ന ഒരു ബൗളിൽ നിന്ന് പിന്നെ ക്യാപ്റ്റൻ എന്ന് മാത്രം ഒരു ബോളില് ഒരു ബൗൾ വെക്കും. അത് ഇന്ന് ബാക്കിയെല്ലാം ഈ ഒറ്റ ഇതിൽ നിന്ന് എടുത്തിട്ട് ക്യാപ്റ്റൻ ആര് വെക്കുന്നോ അവര് ക്യാപ്റ്റൻ ആവും. ഇത്രേ ഉള്ളു സംഭവം. ഇതിവൻ കേട്ടില്ല. ഇവൻ ചാടി പുറപ്പോട്ട് ഓടിപ്പോയി അവിടെ പോയി നിന്ന് പടസ്റ്റൈൻ അവിടെ അവിടെ കേറി നിന്ന് ആവേശം മൂത്ത് ഇപ്പൊ ഞാൻ ക്യാപ്റ്റൻ ആകുമെന്നും പറഞ്ഞ് അമിത ആവേശം. ബുദ്ധി ഇച്ചിരി പുറകോട്ടായി പോയി. ഇന്ന് 95%, 99% ആര്യം തന്നെ ആണ് എന്ന് കാണാൻ പറയാം. പക്ഷെ ബുദ്ധിമോശം കൊണ്ട് 1% കൊണ്ട് ബുദ്ധിമോശം വന്നതുകൊണ്ട് പോയി. കാര്യം ഈ ഇതെടുത്ത് വെക്കുമ്പോൾ എവിടാണെന്നുള്ളത് ഈ സെയിം ബൗളിൽ തന്നെ തപ്പിക്കൊണ്ടിരുന്നു. പറയുന്നതിന് മുമ്പേ തന്നെ ക്യാപ്റ്റൻ മാത്രം മതിയായിരുന്നു. ആദ്യം ഫിനിഷ് ചെയ്തത് ആര്യനാണ്. പതുക്കെ പുറകെ വന്ന് പതുക്കെ വെച്ച് വന്ന ബിന്നിക്ക് ഇവൻ തപ്പുന്ന കണ്ടപ്പോ ബിന്നിക്ക് കാര്യം കിട്ടി. ബിന്നി ഓടിപ്പോയി ബുദ്ധിപൂർവ്വം എടുത്ത് വെച്ചു. ക്യാപ്റ്റനാണ് ഗോവിന്ദ ആര്യൻ. അത്രേ ഉള്ളൂ കാര്യം. ഇന്നത്തെ ഒരു വളരെ മിസ്റ്റേക്ക് ചെയ്തേക്കുന്നതാണ്. ബുദ്ധി ഈ പൊട്ടന്മാര് കാണിക്കുന്ന ഒരു പണിയായിപ്പോയി അവൻ കാണിച്ചത്. എന്തായാലും ശരി, അതൊരു സംഭവം നടന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് പിന്നെ ഇത്ര 56 ദിവസമൊക്കെ മാറി നിൽക്കുമ്പോൾ ഒരു കുട്ടികളെ എന്നൊക്കെ വെച്ചാൽ നല്ലൊരു എപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കുമല്ലോ അച്ഛന്മാർക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികളും. അച്ഛൻ മോളെ കാണുന്നു, പപ്പയെ കാണുന്നു, ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നു, ഒക്കെ ഫ്ലവർ കണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ഫാമിലിയൊക്കെ വരുമ്പോ എല്ലാവരുമായിട്ടും ഇവരുടെ ഫാമിലിക്ക് വെളിയിലുള്ള കുറച്ച് വിവരങ്ങളൊക്കെ ഇവർക്ക് കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു നല്ല കാര്യമാണ്. അനീഷിന്റെ ടാസ്ക് കഴിഞ്ഞേ കാണാൻ പറ്റത്തുള്ളൂ. അവരുടെ അമ്മയും ബ്രദറും കട്ട വെയിറ്റിംഗിലാണ്. പിന്നെ അപ്പം രസകരമായ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇന്ന് ഇവര് വന്നാണ് ഇതിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ഈ സമയത്ത് തന്നെ ബിഗ് ബോസ് വിട്ടത് ശരിയാണോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. എന്തോ അറിയത്തില്ല. ഈ ഫാമിലി വരുന്ന ആ സമയം നോക്കി, മുഹൂർത്തം നോക്കി അങ്ങോട്ട് വിട്ട ശരിയായില്ലെന്ന് എന്റെ ഒരു തോന്നല്. എന്തായാലും ശരി, അത് ബിഗ് ബോസിന് തീരുമാനമല്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും നടക്കട്ടെ. മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.